നമസ്കാരം. കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോ FBയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഒരു അനിയൻ പ്രവാസ ലോകത്തിൽ നിന്നും കേരളത്തിലേക്ക് വന്നിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ DYSP ഓഫീസിൽ ഒരു പരാതി കൊടുത്തു. എന്റെ ഭാര്യയും എന്റെ കുട്ടിയും മിസ്സിംഗ് ആണ്, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട്. അതിൽ അനിയൻ അത് പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞാണ്. ആ മാധ്യമങ്ങൾക്ക് കൊടുത്ത റിപ്പോർട്ടിലെ ചില ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ അനിയൻ പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഭാര്യയെ കിട്ടിയില്ലെങ്കിലും വിഷയമല്ല, എനിക്ക് എന്റെ കുട്ടിയെ കിട്ടിയാൽ മതിയെന്ന്. അതിൽ തന്നെ ആ സംസാരത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നി. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഭാര്യ മിക്കവാറും അന്യപുരുഷന്റെ കൂടെ ഓടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഭാര്യ പോയാലും വിഷയമല്ലല്ലോ, കാരണം അന്യന്റെ കൂടെ പോയില്ലേ. അപ്പൊ ആ ഭാര്യയിലുണ്ടായ എന്റെ ബീജത്തിലുണ്ടായ എന്റെ കുട്ടി എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് ആ അനിയിൽ നിന്നും ആ ഭർത്താവിൽ നിന്നും ഉണ്ടായത്, ആ പിതാവിൽ നിന്നും ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയായിരിക്കും ഒരുപാട് പേർക്കും തോന്നിയതും. ഇപ്പോ സംഭവം സത്യമാണ്. ആ പെൺകുട്ടി അന്യപുരുഷന്റെ കൂടെ ഓടിപ്പോയി. എന്ത് കണ്ട് ഓടിപ്പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല. വ്യക്തിഹത്യ നടത്തുകയല്ല. ആ ഓടിപ്പോയ ആ അന്യപുരുഷൻ, കൂട്ടിയിട്ട് പോയ പുരുഷന്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഓടിപ്പോവാനുള്ള സാധ്യതയില്ല. അപ്പൊ എന്ത് കണ്ട് കോല് കണ്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവൻ അത്രയും ഫ്രോഡ് പോലെയുണ്ട് അവന്റെ മുഖം തന്നെ. അതെന്താവട്ടെ, വ്യക്തിഹത്യ നടത്തല്ല കേട്ടോ. ആ കൊണ്ടുപോയവന് ഒരു ഭാര്യയും അതിലും ഉണ്ടായ 3 മക്കളുമുണ്ട്. അതാ രസം. അപ്പൊ എത്ര കുടുംബം തകർന്നു. ഈ പെണ്ണിന്റെ വീട്ടുകാർ, ഈ ഒളിച്ചോടിപ്പോയവളുടെ വീട്ടുകാർ സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെ ജീവിക്കും? തലതാഴ്ത്തി ജീവിക്കേണ്ട ഗതികേടിലാക്കിയില്ലേ? ആ ഭർത്താവിനെ വഞ്ചിച്ചില്ലേ? ആ ഭർത്താവിന്റെ വീട്ടുകാരെ വഞ്ചിച്ചില്ലേ? ഈ പരമാറി ഇവന്റെ ഭാര്യയെയും അതിലുണ്ടായ 3 മക്കളെയും ഭാര്യ വീട്ടുകാരെയും ഇവന്റെ വീട്ടുകാരെയും വഞ്ചിച്ചില്ലേ? ഇതൊക്കെ എന്തതിനർത്ഥമുള്ളൂ? എന്താ ഞാൻ ചോദിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഓടിപ്പോണത്? ഒന്നുമല്ല സുഹൃത്തുക്കളെ, കാമമാണ്. കാമം മാത്രമല്ലല്ലോ ജീവിതം. ജീവിതത്തിന്റെ പ്രധാന ഘടകമാണ് യൗവന കാലഘട്ടത്തിൽ അത് കാമവും ജീവിതത്തിന്റെ ഒരു പ്രധാന അത്യാവശ്യ ഭാഗമാണ്. സംശയമൊന്നും വേണ്ട. പ്രവാസത്തിലുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ കേരളത്തിൽ ഓടിപ്പോവുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു സ്ത്രീകളും ഉണ്ടാവില്ല. ലക്ഷക്കണക്കിന് പ്രവാസികളായ മലയാളികളായ ആണുങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്. എന്റെ ഭർത്താവ് അവിടെ മണലാരംഗത്തിൽ -ഡിഗ്രി തണുപ്പിലും 40, 50, 60 ഡിഗ്രി ചൂടിലും പണിയെടുത്ത് എന്റെ ഭർത്താവ് പൈസ അയച്ചു തരും. ആ പൈസ കൊണ്ടാണ് ഞാനും എന്റെ മാതാവും എന്റെ പിതാവും ഞങ്ങളിലുണ്ടായ മക്കളും നല്ലപോലെ ജീവിക്കുന്നത്. എന്റെ എല്ലാം എന്റെ ഭർത്താവാണ്, വേറെ ആരുമല്ല. സ്വന്തം വികാരങ്ങളും വിചാരങ്ങളും എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് സ്വന്തം ഭർത്താവിന് മുന്നിലാണ് നമ്മുടെ ശരീരം കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയിലൂടെ, സർവേശ്വരനാണ് വലുത്, എന്ത് തെറ്റ് ചെയ്താലും അവൻ കാണും, അതുകൊണ്ട് തെറ്റിലേക്ക് പോകരുത് എന്നുള്ള ചിന്തയിലൂടെ ഭർത്താവിന്റെ വരവും കാത്തിരിക്കുന്ന ഒരുപാട് ഭാര്യമാർ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ പ്രവാസികളുടെ ഭാര്യമാരൊക്കെ ഒളിച്ചോടി പോവുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു സ്ത്രീകളും ഉണ്ടാവില്ലായിരുന്നു. ഒരുപാട് പേര് ഭർത്താക്കന്മാരെ കാത്തിരിക്കുന്നുണ്ട്. ചില സ്ത്രീകൾ ഇന്നലെ കണ്ടവനെ അവനാണ് വലുത്, അവനല്ല വലുത്, അവന്റെ മറ്റവനാണ് വലുത്, ആ സുഖം കിട്ടിക്കൊണ്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെ ഒളിച്ചോടിപ്പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ലപോലെ ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അല്പസുഖം അനേകം ദുഃഖം. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് അന്യപുരുഷന് അതിലുള്ള ഭാര്യയിൽ 3 മക്കളുമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് പോയവൾ, അത് എന്തുകൊണ്ടാണ്? അവന്റെ സുഖം കിട്ടിയതിൽ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നീ പോയതായിരിക്കും. അപ്പോ നാളെ അവന്റെ സുഖവും ഇല്ലാതാവും, അവന്റെ സാമാനവും താഴും. സംശയമൊന്നും വേണ്ട. ചില വിഷയങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടി വരും, അതുകൊണ്ട് പറയാണ്. അവന്റെ പൊന്തിയ സാധനം താഴുമ്പോ, നിനക്ക് കിട്ടാതാകുമ്പോ നീ ആ പൊന്തിയയും അടുത്തവന്റെ കൂടെ പോകും. അങ്ങനെ നീ മൊത്തം എല്ലാം കൊണ്ടും തീരുമാനമാവും. നിന്റെ നാട്ടിൽ നീ അനുഭവിക്കും. നീ മരണപ്പെടുന്നതിന് മുന്നേ നീ എല്ലാം നല്ലപോലെ അനുഭവിച്ചിട്ടേ നീ മരണപ്പെടുള്ളൂ. ഒരു സംശയം വേണ്ട. വിഷമം കൊണ്ട് പറയാണ്. ഒരു സ്ത്രീ 7 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അന്യപുരുഷന്റെ കൂടെ ഓടിപ്പോയി. മൊത്തം ഫേസ്ബുക്കുകളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ആണുങ്ങളും. ചില ആണുങ്ങൾ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചിട്ട് അന്യ സ്ത്രീകളുടെ കൂടെ പോയിരിക്കുന്നുണ്ട്. അങ്ങനെയും കുറെ തീവ്രവാദികളുണ്ട്. എടോ, ഭാര്യ തന്നെയാണ്. നീ വെച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണൊന്നും നിന്റെ ഭാര്യന്റെ 100-ൽ അംശം വരില്ല സ്നേഹം തരാൻ. നീ നല്ലപോലെ സ്നേഹം കൊടുക്ക്, അവൾ തിരിച്ച് നല്ലപോലെ സ്നേഹം തരും. അതുപോലെ തന്നെയാണ് ഭർത്താവും. ഈ ഭാര്യമാര് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരോട്
അവൻ നിന്നെ വിശ്വസിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് നിന്നെ സംരക്ഷിക്കുമ്പോ അവൻ ഒന്നും എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാട്ടിലെ എല്ലാ സുഖങ്ങളും നിന്നിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ ആ സുഖങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ, നമ്മളിലുണ്ടായ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അന്യ നാട്ടിൽ പോയി പണിയെടുക്കുകയാണ് എന്റെ ഭർത്താവ്. എനിക്ക് പിടിച്ചു നിൽക്കണം. എന്ത് വിചാരങ്ങൾ ഉണ്ടെങ്കിലും എന്റെ ഭർത്താവാണ് എല്ലാം എന്ന ചിന്തയിലൂടെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ പോലെ നീയും ജീവിക്കണമായിരുന്നു. പക്ഷേ നീ അവനെ വഞ്ചിച്ചു. ആ വഞ്ചിച്ചതിന് നിനക്ക് കിട്ടും. അവന്റെ ഒരു കാലത്ത് പൊന്താതാകുമ്പോൾ നിനക്ക് ശരിയാകും. അപ്പൊ നീ അന്യപുരുഷനെ വീണ്ടും തേടാൻ തുടങ്ങും. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ചില ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് മറ്റവളുടെ കൂടെ പോകും, മറ്റുള്ള സ്ത്രീയെ വെച്ചുകൊണ്ടിരിക്കും, മറ്റുള്ള സ്ത്രീയെ കല്യാണം കഴിക്കും, ഭാര്യ അറിയാതെ വെച്ചുകൊണ്ടിരിക്കും, ഭാര്യ അറിയാതെ കല്യാണം കഴിക്കും. ഇങ്ങനെയൊക്കെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭാര്യന്റെ പോലെ തന്നെയല്ലേ മറ്റവളുടെ മാറ്റമൊന്നുമില്ലല്ലോ. ഇതിലിപ്പോ മാറ്റങ്ങളൊന്നും ഉള്ള പോലെയൊന്നും നമുക്ക് തോന്നുന്നില്ല. പടച്ചവൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ, പുരുഷന്മാർക്ക് എങ്ങനെയാണ് എല്ലാം ഒരുപോലെ, സ്ത്രീകൾക്ക് എങ്ങനെയാണ് എല്ലാം ഒരുപോലെ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അവയവങ്ങളിൽ എന്നല്ലാതെ വലുതായിട്ടൊന്നും കാണാനില്ല. പക്ഷെ എന്ത് കണ്ടിട്ടാണ് ഈ സാധനങ്ങളൊക്കെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച്, ഭർത്താവ് ഭാര്യനെ വഞ്ചിച്ച് ഇങ്ങനെ പോകുന്നത് എന്നാണ് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നല്ലവനായ ഒരു പാവം പിടിച്ച ചെക്കൻ, ഒരു അനിയൻ, പ്രവാസിയായ അനിയൻ എല്ലാം ഉപേക്ഷിച്ചപ്പോ നാട്ടിൽ വന്നു. ഭാര്യ പോയി. കുട്ടിയെ ഇപ്പൊ 18 വയസ്സ് പ്രായപൂർത്തിയാകുന്നവരെ കുട്ടിന്റെ മാതാവിന്റെ കൂടെ തന്നെ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇതൊന്നും ശരിയല്ല. കാമം ജീവിതത്തിന്റെ പ്രധാന ഘടകമാണെങ്കിലും അത് ഭർത്താവിലൂടെ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. അന്യ പുരുഷനെ തേടി പോകുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് പോവാതിരിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ ഭർത്താവിനെ വരാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരു വകുപ്പുണ്ടാക്കുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാണ്. ഗൂഗിളിൽ കയറി ആമസോൺ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് മറ്റേ മിഷ്യൻ ബുക്ക് ചെയ്യുക. ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ബുക്ക് ചെയ്ത് ജീവിക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള തെമ്മാടിത്തരം ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാ ഭർത്താവിനെ വഞ്ചിക്കണത്? ഇത്തിരി കിട്ടുന്ന സുഖത്തിന് വേണ്ടി കണ്ടവന്റെ കൂടെ എന്തിന് പോണം? എത്ര കുടുംബജീവിതം ഇപ്പൊ താറുമാറായി, പാഴായി. അവന്റെ ഭാര്യയും അതിലുണ്ടായ മക്കളും അവരുടെ ജീവിതം പോയി. അവന്റെ വീട്ടുകാർ എത്രത്തോളം വിഷമം ഉണ്ടാവും. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എന്റെ അനിയൻ അന്യ പെണ്ണിനെയും വിളിച്ചു പോയി, എന്റെ മരുമോളെ അതിലുണ്ടായ മക്കളെ ഒറ്റപ്പെടുത്തി പോയി എന്ന് ആ തീവ്രവാദികളുടെ വീട്ടുകാർ. അതുപോലെ ഈ പെണ്ണിനെ വീട്ടുകാർ, ഈ പെണ്ണിനെ സ്നേഹിക്കുന്നവർ അവർക്ക് സമൂഹത്തിന് മുന്നിൽ എത്ര വിഷമമുണ്ടാക്കി. ഇവൻ ഭർത്താവായ അനിയൻ, അവന്റെ വീട്ടുകാർ, അവനക്കൊക്കെ എത്ര വിഷമമുണ്ടാവും. അപ്പൊ എത്ര കുടുംബം താറുമാറായി. പ്രവാസികളില്ലെങ്കിൽ കേരളമില്ല. കേരളത്തിലെ 14 ജില്ലക്കകത്തും ഓരോ മൊക്കലും മൂലയിലും അമ്പല ചുംബികളെ പോലെ വീട് കെട്ടിയതൊക്കെ പാതി മുക്കാലും പ്രവാസികളുടെയാണ്. പ്രവാസികളുടെ വിയർപ്പാണ്, പ്രവാസികളുടെ അധ്വാനമാണ്. അവർ മണലാരംഗത്ത് പണിയെടുത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് പൈസ അയച്ച് ഇങ്ങോട്ട് ഇത്രത്തോളം വീടുകൾ കിട്ടിയതും മക്കളെ നല്ലപോലെ പൊന്നുപോലെ സംരക്ഷിക്കാനും അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും ഭാര്യയെ പൊന്നുപോലെ നോക്കാനും അന്യ വീട്ടിൽ പോയി കൈനീട്ടാതെ സ്വന്തം ഭാര്യയെ നല്ലപോലെ സംരക്ഷിക്കാൻ ഒരു ഭർത്താവ് മണലാരംഗത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അതിനെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് സാമ്പത്തികം മൊത്തം വാങ്ങിയെടുത്ത് കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ച് ഭർത്താവ് ഉണ്ടാക്കി തന്ന സ്വർണത്തെയും എടുത്തുകൊണ്ട് അന്യ പുരുഷന്റെ കോല് കണ്ട് പോകുന്ന ഊമ്പിച്ചുകളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നില്ലെങ്കിൽ നാളെ നീയൊക്കെ അനുഭവിക്കും. ഒരു തർക്കവും വേണ്ട. അതേപോലെ തന്നെയാണ് സ്വന്തം ഭാര്യയെ വഞ്ചിച്ച്, സ്വന്തം ഭാര്യ എന്താ പറയാ തരുണീമണികൾ പോലെയുള്ള ഭാര്യമാരെ വഞ്ചിച്ച് അന്യ സ്ത്രീക്ക് സുഖം കൊടുക്കുന്ന ഓളികളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടല്ലാതെ ഈ ഭൂമി വിട്ടു പോകില്ല. ഒരു തർക്കവും വേണ്ട. പരമാവധി ഭാര്യമാരെയൊക്കെ നമ്മുടെ ഭാര്യയെ നമ്മൾ നല്ലപോലെ സ്നേഹിക്കുക, നല്ലപോലെ ബഹുമാനിക്കുക. പെണ്ണ് അടിമയല്ല. പെണ്ണ് കാൽ ചുവട്ടിലിരിക്കുന്ന അടിമയല്ല. അവൾ സ്വാതന്ത്ര്യമുള്ളവളാണ്. അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തെ ഭരണഘടനയിൽ അനുവദിച്ചിട്ടുണ്ട്. പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കണം. അതും പറഞ്ഞ് മൊത്തം അടിച്ചുകൂടിയല്ല പറയണത്. പെണ്ണിനെ ബഹുമാനിക്കണം. എന്റെ ഭാര്യയാണ്, ഞാൻ വരുമ്പോ വീട്ടുമുറ്റത്ത് വരുമ്പോ തന്നെ അവൾ എണീച്ചിരിക്കണം, എന്നെ ബഹുമാനിക്കണം. കണ്ടാ മൂത്രമൊഴിക്കുന്ന ലെവല് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്റെ മക്കളാണ്, എന്റെ മക്കൾ എന്നെ കണ്ടാൽ ഭയന്നിരിക്കണം. ആ കാലഘട്ടങ്ങളൊക്കെ പോയി. നമ്മൾ നമ്മുടെ ഭാര്യമാരെ, അതിലുണ്ടായ മക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുക, പരമാവധി സ്നേഹിക്കുക, ആത്മാർത്ഥമായി നല്ല 4 വാക്കുകൾ പറയുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ഭർത്താവ്
ഭർത്താവ് തന്നെയാണ് എല്ലാം. എന്റെ ഭർത്താവിനേക്കാൾ കഴിവുള്ളവനാണല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ ഭംഗിയുണ്ടല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ വരുമാനമുണ്ടല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ ആരോഗ്യമുണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവനിലേക്ക് പോയിക്കൂടെ എന്നുള്ള ചിന്ത ഒരിക്കലും ഒരു ഭാര്യമാർക്കും തോന്നരുത്. നിനക്ക് നിന്റെ ഭർത്താവ് തന്നെയാണ്. നിന്റെ ഭർത്താവില്ലാത്ത ലോകം നിനക്കില്ല. പക്ഷെ ഭരണഘടനയിൽ പലതും പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? സ്വന്തം ഞാൻ പറയുന്നില്ല, പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അതേപോലെ തന്നെയാണ് എന്റെ ഭാര്യയേക്കാൾ ഭംഗിയുള്ള മറ്റവളാണല്ലോ, എന്റെ ഭാര്യയേക്കാൾ ശരീരമുണ്ടല്ലോ, എന്റെ ഭാര്യയേക്കാൾ എല്ലാം അവൾ എനിക്ക് തരുമല്ലോ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ മാറ്റുക. നമുക്ക് നമ്മുടെ ഭാര്യ തന്നെയാണ് വലുത്. പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ആത്മാർത്ഥമായി ഉള്ളു തുറന്ന് സംസാരിച്ച് സ്നേഹിച്ചാൽ ഒരു പെണ്ണ് ഒരുത്തന്റെ കൂടെയും പോവില്ല, ഒരുത്തനും ഒരു പെണ്ണിന്റെ കൂടെയും പോവില്ല. പക്ഷേ എന്ത് കിട്ടിയാലും പോരാ എന്ന് പറയുന്ന കണ്ടവന്റെ കൂടെ പോകുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. എന്ത് സുഖ സൗകര്യങ്ങൾ കൊടുത്താലും സ്വന്തം ഭാര്യമാരെ വെച്ചിട്ട് പോകുന്ന കുറെ ആണുങ്ങളുമുണ്ട്. അവരൊക്കെ ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുന്നേ ഈ ഭൂമിയിൽ തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ അനുഭവിച്ച് നരകിച്ച് ചാകും. ഇവൻ ഗൾഫ് രാജ്യത്ത് പോയി പണിയെടുത്ത് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ മാസാമാസം എമൗണ്ടുകൾ ഇറക്കി കൊടുത്ത് അവസാനം അവനെ വഞ്ചിച്ച് അവന്റെ പണവും അവന്റെ എല്ലാം എടുത്തുകൊണ്ട് കണ്ടവന്റെ കൂടെ പോയി ഇവൾ ഒരു കാലത്തും അനുഭവിക്കില്ല. അവന്റെ കോല് താഴും, ഇന്നില്ലെങ്കിൽ നാളെ താഴും. അപ്പം നിനക്ക് മനസ്സിലാവും നീ ചെയ്തത് തെറ്റാണ് എന്ന്. ഇപ്പൊ ചിന്തിക്കില്ല. ഇപ്പൊ മിക്കവാറും കല്യാണം കഴിയാത്ത കുട്ടികളൊന്നും ഒളിച്ചോടി പോകുന്നില്ല. കല്യാണം കഴിഞ്ഞ് 2, 3, 4 മക്കളുള്ള സ്ത്രീകളും ആണുങ്ങളൊക്കെയാണ് ഒളിച്ചോടി പോകുന്നത്. എന്താണ് കാരണം? വികാരം അതൊരു പ്രധാന ഘടകമാണെങ്കിലും അതിനെ പിടിച്ചു നിർത്താനുള്ള ശേഷി ഓരോ സ്ത്രീക്കും ഓരോ പുരുഷനും അത് വേണം. ഇന്നില്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം തകരും. പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ലാതാവും. പൊതുജനങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തും. എനിക്ക് 2 മക്കളുണ്ട്. എന്റെ ഭാര്യയെ ഞാൻ വഞ്ചിച്ചിട്ട് ഞാൻ അന്യ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് എന്റെ നാട്ടിൽ പോയാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എനിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന, സാമ്പത്തികം കടം തരുന്ന, എനിക്ക് എന്ത് വിഷയം വന്നാലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് വേണ്ടി ജീവൻ നൽകുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി സപ്പോർട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ എന്നെ അകറ്റി നിർത്തും. ഒരു തർക്കവും വേണ്ട. മലയാളികൾക്ക് അതൊരു സ്വഭാവമുണ്ട്. ശരിയല്ല എന്നുണ്ടെങ്കിൽ അകറ്റി നിർത്തും. അത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാരിലാണെങ്കിലും ആരിലാണെങ്കിലും. അപ്പോ ഭാര്യമാരെയൊക്കെ നല്ലപോലെ സംരക്ഷിക്കുക. ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് ഭർത്താക്കന്മാരെയും നല്ലപോലെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക. നിങ്ങളുടെ 100 ആവശ്യം നിങ്ങൾ ചോദിച്ചാൽ 40, 50 ആവശ്യങ്ങളായിരിക്കും നിറവേറ്റാൻ പറ്റുക. എല്ലാം കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. ഭാര്യ തന്നെയാണ്. ഒരു പെണ്ണുങ്ങളും കണ്ടവന്റെ കൂടെ കാമത്തിന് വേണ്ടി ഓടിപ്പോവാതിരിക്കട്ടെ. ഒരു ആണുങ്ങളും സ്വന്തം ഭാര്യമാരെ വഞ്ചിച്ച് മറ്റുള്ള സ്ത്രീകളുടെ അടുക്കൽ പോവാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പൊ മറക്കണ്ട, അങ്ങനെ വല്ല ആവശ്യങ്ങൾ വല്ലതുണ്ടെങ്കിലേ സ്ത്രീകളോട്, ഇങ്ങനെ ഓടിപ്പോകുന്ന സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് പോവാൻ ശ്രമിക്കുന്ന സ്ത്രീകളോട്, നിങ്ങളുടെ ഭർത്താവ് തന്നെ വലുത്. നിങ്ങളുടെ ആവശ്യം നടക്കുന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മുള്ളുമുറിക്ക മരം നല്ല ആഞ്ഞു വലിഞ്ഞ് 1 വീതം 3 നേരം വെച്ച് കയറുക. ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ മറ്റേ സൈറ്റിൽ കയറി മിഷ്യൻ ബുക്ക് ചെയ്യുക, മിഷ്യൻ. അപ്പൊ എല്ലാം നല്ലപോലെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, നന്നായിരിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യം, ഒരു വിഷമവും കേരളത്തിൽ എന്നല്ല ലോകത്തെ ഇല്ലാതിരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും നല്ലപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.